പേഴുംപാറ 17 ഏക്കർ സ്വദേശി രാജ്കുമാറിന്റെ ശോഭാലയമെന്ന വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. കഴിഞ്ഞ രാത്രി 12:30-നും 2:15-നും മധ്യയാണ് സംഭവം. പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്നവർ ഫർണിച്ചറുകളിലും മറ്റും മണ്ണെണ്ണ ഒഴിച്ച ശേഷം തീയിടുകയായിരുന്നു. മേൽക്കൂരയ്ക്കും കേടുപാടുപറ്റി. രാജ്കുമാർ മകനെയും മാതാവിനെയും കൂട്ടി സഹോദരിയുടെ ആറന്മുളയിലെ വീട്ടിൽ പോയതിനു പിന്നാലെയായിരുന്നു അതിക്രമം. ബൈക്ക് കത്തിയതിൽ 25,000 രൂപയുടെയും ഗൃഹോപകരണങ്ങളടക്കം കത്തിനശിച്ചതിൽ 1.25 ലക്ഷം രൂപയുടെയും നഷ്ടം കണക്കാക്കുന്നു. പിന്നെ ഒരു മണിയായപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. പിന്നെ അത് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പട്ടിയുടെ കുര അങ്ങ് നിന്ന് ഒരു വെളിച്ചം റൂമിലേക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തീ ആളി കത്തുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഇരുന്ന ബൈക്ക് കത്തി തീ അങ്ങ് ആളി പടരുകയായിരുന്നു. പിന്നെ ഉടനെ എല്ലാവരും കൂടെ കൂടി തീ വെള്ളമൊഴിച്ച് കെടുത്തി. തീ കെടാതെ പിന്നെയും തീ പുകയെന്ന് കണ്ടുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് രാത്രി തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സുകാർ വന്നു. വെള്ളമെല്ലാം ഒഴിച്ച് തീ കെടുത്തി. പോലീസുകാർ ഉടൻ തന്നെ എത്തി വേണ്ട നടപടികളൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വളർത്തുനായയെ കെട്ടിയിരുന്ന കൂടിന് സമീപം അതിന് ഭക്ഷണം വിളമ്പി നൽകിയതായി കാണുന്നുണ്ട്. രാജ്കുമാർ ഭാര്യയുമായി അകന്നു കഴിയുന്ന ആളാണ്. 1.5 മാസം മുൻപ് ഇയാളുടെ കാറിനും തീപിടിച്ചിരുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്ന് കരുതിയ ആ അപകടത്തിന് പിന്നിലും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം വിദേശത്തു നിന്നും സമീപകാലത്ത് നാട്ടിലെത്തിയ ഒരാളുമായുള്ള ശത്രുതയാണ് വീടും വാഹനങ്ങളും തീയിട്ടതിന് പിന്നിലെന്നാണ് സൂചനകൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.